ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. റിയൽമി 14 സീരീസ് ഇതാ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. 14 പ്രോ സീരീസ് സോ ക്ലിയർ, പിന്നെന്തുവാ സോ പവർഫുൾ, ഇങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് ഈ ബോക്സിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽഡായ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. പെർഫോമൻസ് എങ്ങനെയുണ്ട്, ക്യാമറ എങ്ങനെയുണ്ട്, ഈ പെർഫോമൻസ് ഈ വില കൊടുത്ത് ഈ പെർഫോമൻസിന് വേണ്ടി നിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാവോ, അല്ല ഇതിനേക്കാളും നല്ലത് വേറെയാണോ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. മുഴുവൻ കണ്ടു നോക്കുക. അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. സോ നമുക്ക് ഈ ഒരു വലിയ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് റിയൽമി 14 പ്രോ പ്ലസിൻ്റെ ബോക്സ് ഇരിക്കുന്നുണ്ട്, ഇപ്പുറത്ത് ഫോൺ ഇരിക്കുന്നുണ്ട്, പിന്നെ ഒരു ഡോക്യുമെൻ്റ് ഇരിക്കുന്നുണ്ട് റിയൽമിയിൽ നിന്നുള്ളത്. സോ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫോൺ എടുക്കാം. ഇതാണ് ഫോൺ, ഇത് ഫോണിൻ്റെ ബോക്സ്. വലിയ ബോക്സ് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഇതാണ് നിങ്ങൾക്ക് നോർമലി കിട്ടാൻ പോകുന്ന ബോക്സ് കേട്ടോ. 14 പ്രോ പ്ലസിൻ്റെയും 14 പ്രോയുടെയും നമുക്ക് 14 പ്രോ പ്ലസ് ഓപ്പൺ ചെയ്യാം. ഈ കാണുന്ന തരത്തിൽ വേറൊരു ബോക്സ്, അതിനകത്ത് കേസ്, ഡോക്യുമെൻറ്റേഷൻ, എല്ലാ കാര്യങ്ങളുണ്ട്. കേസ് ഡാർക്ക് കളറിലാണ് വരുന്നത്. അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഫോണിൻ്റെ ഡിസൈൻ. 14 പ്രോയുടെ ഡിസൈനും ഏകദേശം ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ കണ്ടോ, ഞാൻ അതിൻ്റെ വേറെ ഡീറ്റെയിൽ അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല. ഇതാണ് 14 പ്രോ. സോ അപ്പോൾ ഈ രണ്ട് ഫോണുകളുടെ ഡിസൈൻ കാണുമ്പോൾ പെട്ടെന്ന് ഒരേപോലെ തന്നെയാണ് തോന്നുക. പെട്ടെന്നല്ല, സൂക്ഷിച്ച് നോക്കിയാലും ഒരുപോലെ തന്നെ തോന്നുള്ളൂ. ഫ്രണ്ടിൽ വ്യത്യാസമുണ്ട്, വ്യത്യാസങ്ങളൊക്കെ ഞാൻ പറയാം. അതിനുമുമ്പ് ബോക്സിൽ പ്രോ പ്ലസിൽ 80 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. പ്രോയിലാണെങ്കിൽ 45 വാട്ടിൻ്റെ സൂപ്പർ ബുക്ക് ചാർജറാണ്. സോ ഇത്രയുമാണ് ബോക്സിലേക്ക് കണ്ടത്. നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. സോ ഇപ്പോൾ രണ്ട് ഫോണുകൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതയായിട്ട് പറയപ്പെടുന്നത് വേൾഡ് ഫസ്റ്റ് കോൾഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ഫോൺ എന്നാണ്. അതായത് തണവടിച്ച എന്തെങ്കിലും ഐസും കട്ടയൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കുകയോ അല്ലെങ്കിൽ അത്രയും ഒരു ലെവലിലുള്ളൊരു തണവ് ഇതിന് തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളറ് മാറും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി ഞാൻ ഒരു ഐസ് ഫ്രീസറിലൊക്കെ വെച്ച് എടുത്തതാണ്. കണ്ടോ കളർ മാറിയിരിക്കുന്നത്. സോ അപ്പോൾ ഈ രീതിയിൽ കളർ മാറുന്ന തരത്തിൽ ഇതിൻ്റെ ബാക്ക് പാനലുകൾ സെറ്റ് ചെയ്തിരിക്കുന്നു അവർ. ഇതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ ഒരു രസം. നമ്മൾ ഈ വെയിലടിക്കുമ്പോൾ കളർ മാറുന്ന ഫോണൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലെ ഒരു രസം, അത്രയേ ഉള്ളൂ. എന്നാലും നിങ്ങളാരും ഇത് ഫ്രീസറിൽ കൊണ്ട് വെക്കാനോ വെള്ളത്തിൽ മുക്കാനോ ഒന്നും നിൽക്കേണ്ട. IPC റേറ്റിംഗ് ഒക്കെ ഉണ്ട്, എന്നാലും നിങ്ങൾ കൊണ്ട് വെള്ളത്തിൽ മുക്കണ്ട. അതൊക്കെ ഒരു എക്സ്ട്രാ ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആയിട്ട് എടുക്കുക. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റാണ് ഇതാ ഈ കാണുന്ന 3 ഫ്ലാഷുകൾ. അതായത് ഈ ഒരു ഫോണിൽ 3 ഫ്ലാഷാണ് വരുന്നത്. നിങ്ങൾക്ക് കളർ ടെമ്പറേച്ചറും സ്ട്രെങ്ത്തും എല്ലാം ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. എന്തായാലും അതൊരു വെറൈറ്റി ലുക്കും ആയിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങളാണ് ചിന്തിച്ച് നോക്കേണ്ടത്. എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു. അതേപോലെ ഈ പ്രോ പ്ലസിൽ മിലിറ്ററി ഗ്രേഡ് ഷോക്ക് പ്രൂഫ് കാര്യങ്ങൾ, അതേപോലെ ഗൊറില്ല ഗ്ലാസ് 7യുടെ പ്രൊട്ടക്ഷൻ, അങ്ങനെ മൊത്തത്തിൽ സ്ട്രോങ് ആയ രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഡ്യൂറബിലിറ്റി ഉണ്ട്. ഇതിലും ഗൊറില്ല ഗ്ലാസ് 7 ഒക്കെ തന്നെയാണ്. സോ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ഡൗട്ട് വേണ്ട. നല്ല ഡ്യൂറബിളായ നല്ല ഫോണുകളാണ്. ഈ ഫോണിൽ ക്വാഡ് കർവ് ഡിസ്പ്ലേ, ഒരു ചെറിയ കർവ് 4 സൈഡിലേക്കും കൊടുത്തിരിക്കുകയാണ് പ്രോ പ്ലസിൽ. എന്നാൽ നമ്മുടെ നോർമൽ പ്രോയിലാണെങ്കിൽ 3D കർവ് ഡിസ്പ്ലേ, 2 സൈഡിലേക്കും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉള്ള ഫോണാണ്. സോ ഇങ്ങനെയാണ് രണ്ടിനും ഡിസ്പ്ലേ വരുന്നത്. താഴെ രണ്ടിനും ഡുവൽ നാനോ സിം സ്ലോട്ട്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്, റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ. ടോപ്പിൽ സ്പീക്കർ ഗില്ല് 2 മൈക്രോഫോണുകൾ വീതം കാണുന്നുണ്ട്. IR ബ്ലാസ്റ്ററിൻ്റെ സെറ്റപ്പ് കാണാനില്ല കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും വരുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡിസൈൻ. പ്രോ പ്ലസിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. 27,000 രൂപ റേഞ്ചിലാണ്, 27-28 രൂപ റേഞ്ചിലാണ് ഓഫർ പ്രൈസ് വരുന്നത്. 29 സംതിങ്ങിലെ 30 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ റിയൽ പ്രൈസ് വരുന്നത്. സോ ആ പ്രൈസിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന് പറയുന്ന പ്രോസറാണ്. LPDDR4X RAM ഉണ്ട്, UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. റിയൽമി UI 6.0 ആണ് വരുന്നത്. അത് ആൻഡ്രോയിഡ് 15 ബേസ്ഡ് തന്നെയാണ്. ഇതിൽ ചെറിയ തരത്തിലുള്ള പരസ്യ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടോപ്പ് പെർഫോമൻസ് തരുന്ന ഫോണെന്ന് വെച്ചാൽ അല്ല. ഇതിനേക്കാൾ മികച്ച പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. സോ നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒരു ഫോണാണ് നോക്കുന്നതെങ്കിൽ റിയൽമി GT60 ഒക്കെ ഇതിനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇതിൻ്റെ ഡബിൾ പെർഫോമൻസ് ഉള്ള ഫോണുകൾ കിട്ടാനുണ്ട്. GT60 അടിപൊളി ഫോണാണ്. 25 രൂപ താഴെ കിട്ടും നിങ്ങൾക്ക്. അത് കിഡിലം പെർഫോമൻസ്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് നോക്കുന്നെങ്കിൽ അത് നോക്കുക. ഇത് സാധാരണ യൂസിന് ധാരാളം മതി. ഡീസൻറ്റ് പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. യാതൊരു ലാഗും കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് 90 FPS കളിക്കാൻ പറ്റും. പ്രോ ലെവലിൽ കളിക്കണമെങ്കിൽ GT60 പോലുള്ള ഐറ്റംസ് ആണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നോക്കിയാൽ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. ഈ ഫോണിലും അതേപോലെ തന്നെയാണ് അപ്ഡേറ്റ് ഓഫർ ചെയ്യുന്നത്. ഇതിൽ പക്ഷേ പ്രൊസസ്സർ വ്യത്യാസമുണ്ട്. ഡയമൻസിറ്റി 7300 എനർജി പ്രോസറാണ്. പെർഫോമൻസ് കാണാൻ സ്മൂത്ത് തന്നെയാണ്, കാരണം ഇതിലും അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള പ്രോസറാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഒപ്പം LPDDR4X RAM, UFS 3.1 സ്റ്റോറേജ്, അതേപോലെ റിയൽമി UI 6.0, അതേപോലെ ആൻഡ്രോയിഡ് 15, എല്ലാ സംഭവങ്ങളും സെയിം ആണ്. ബാക്കി പ്രോസസ്സർ മാത്രമേ വ്യത്യാസമുള്ളൂ. എന്നാലും അതും സാധാരണ യൂസിന് നൈസാണ്. 22,000 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ വില വരുന്നത്. ആ വിലയ്ക്ക് സാധാരണ യൂസിന് കൊള്ളാമെന്ന് ഞാൻ പറയാം. ടോപ്പ് ലെവലെന്ന് ഞാൻ പറയില്ല. ഇവിടെയും 23 സംതിങ് കൊടുത്ത GT60 കിട്ടുന്നത് ഈ റേഞ്ചിലാണ്. സോ അതാണ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോൺ നോക്കേണ്ടത്. ഇത് സാധാരണ യൂസിന് നൈസ് പെർഫോമൻസ് ആണ്, സ്മൂത്ത് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. സോ അപ്പോൾ ഒരു ഓൾറൗണ്ടർ ഫോൺ എന്ന രീതിയിൽ വന്ന് നോക്കുമ്പോൾ ഈ പെർഫോമൻസ് ധാരാളമാണ്. നിങ്ങൾ നല്ലൊരു ക്യാമറയുള്ള ഫോൺ നോക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് വരുമ്പം അത്യാവശ്യം നല്ല ക്യാമറയാണ് കിട്ടുന്നത്. ഇതിൻ്റെ ക്യാമറ സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് പ്രോ പ്ലസിൻ്റെ ക്യാമറ സാമ്പിളാണ് ഈ കാണുന്നത്. ഈവൻ നൈറ്റിലടക്കം നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. സോണി സെൻസറാണ് 50 മെഗാ പിക്സൽ വരുന്നത്.
പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അതും സോണി സെൻസർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിൻ്റെയാണ്. വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാ പിക്സലിൻ്റെ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. അതിൻ്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഇമേജുകളാണ്, അത്യാവശ്യം നല്ല വീഡിയോസും കാര്യങ്ങളാണ് കിട്ടുന്നത്. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും എടുത്ത വീഡിയോസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. സെൽഫി ക്യാമറയിൽ 4K അടക്കം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ക്യാമറയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പെരിസ്കോപ്പിക് സൂം, 3x ഒപ്റ്റിക്കൽ സൂം അടക്കം സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ക്യാമറ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. സോ ഈ ഫോണിൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട്, നല്ല ക്യാമറയുണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. ബാറ്ററിയോ 6000 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് 6000 mAh ബാറ്ററി. അത് നന്നായി. എന്തായാലും അതും ഇതിനകത്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ നല്ല ഡിസ്പ്ലേയുമാണ് വരുന്നത്. 6.83 ഇഞ്ച് വരുന്ന നല്ല ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം. 6.83 ഇഞ്ച് വരുന്ന 1.5K 120 ഹെർട്സിൻ്റെ ക്വാഡ് കർവ് ഡിസ്പ്ലേ ആണ്. പീക്ക് ബ്രൈറ്റ്നസ് 1500 നിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ HDR കാണിക്കുന്നില്ല, പക്ഷേ അപ്ഡേറ്റ് വഴി ഇതിലേക്ക് വരും എന്നുള്ള കാര്യം കൺഫേം ചെയ്തിട്ടുണ്ട്. സോ താമസിയാതെ HDR വരും. യൂട്യൂബിലൊക്കെ HDR കാണാം കേട്ടോ. പ്രോയുടെ കാര്യത്തിൽ വരുമ്പോൾ 6.77 ഇഞ്ചാണ്. ഇത് 8 സംതിങ് ആണ്. ഇത് 7 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ് ഡിസ്പ്ലേ ആണ്. അതും 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ്. 4500 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടോട്ടലി ഈ ഡിസ്പ്ലേക്കും യാതൊരു അപാകതകളും പറയാനില്ല. സെറ്റാണ്. ഈ രണ്ട് ഫോണുകളുടെ ഡിസ്പ്ലേയിൽ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. അടിപൊളി സെറ്റ്. പിന്നെ ഇതിനകത്ത് മറ്റ് കാര്യങ്ങൾ നോക്കിയാൽ Wi-Fi 6 ആണ്, Bluetooth 5.2 ആണ് വരുന്നത്. 10-15 5G ബാൻഡുകൾ വരുന്നുണ്ട്. നെറ്റ്വർക്ക് അഭാവങ്ങളൊന്നും പ്രശ്നമില്ല. കോളിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട്, കോൾ റെക്കോർഡിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം. ഇതിൽ ഗൂഗിളിൻ്റെ ഡയലറാണ്, കോൾ റെക്കോർഡിംഗ് ഇല്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഓ ഡയലറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഇതിൽ വരുന്നത് ഇപ്പോൾ ഗൂഗിൾ ഡയലറാണ്. ഇതിൽ സംഭവിക്കുക, നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അനൗൺസ്മെൻറ്റും വരും. അതാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. സോ അപ്പോൾ ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ ഓൾറൗണ്ടർ ഫോണാണ്. നല്ല ക്യാമറയുണ്ട്, നല്ല ബാറ്ററി ഉണ്ട്, ചാർജിങ് ഉണ്ട്. പ്രോ പ്ലസിൽ 45 വാട്ട്, പ്രോ പ്ലസിലാണ് 80 വാട്ട് ചാർജർ, പ്രോയിൽ 45 ഉള്ളൂ. അത് മറക്കണ്ട കേട്ടോ. എന്തായാലും നല്ല ബാറ്ററിയും ചാർജിങ് സെറ്റപ്പ് ഉണ്ട്, നല്ല ഡിസ്പ്ലേ ഉണ്ട്. പെർഫോമൻസ് ഈ പറഞ്ഞ രീതിയിൽ ഡീസൻ്റായി നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ നടക്കാൻ വേണ്ടുന്ന പെർഫോമൻസ് ഉണ്ട്. സാധാരണ ഗെയിമിങ്ങിനുള്ള പെർഫോമൻസ് ഉണ്ട്. പക്ഷേ ഗെയിമിംഗ് ഓറിയൻറ്റഡ് പെർഫോമൻസ് ഫോക്കസ്ഡ് ആയിട്ട് നോക്കുമ്പോൾ ഇത് അത്ര പോരാ. ഇതിനേക്കാൾ മികച്ച GT60 പോലുള്ള സംഭവങ്ങൾ കിട്ടാനുണ്ട്. ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. ഓവറോൾ അൺബോക്സ് ചെയ്ത് കയ്യിലെടുത്ത് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ഓൾറൗണ്ടർ ഫോണുകളായിട്ട് തോന്നി, നല്ല ക്യാമറ ഫോണുകളായിട്ട് തോന്നി. കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വിലയും ഓഫറും എല്ലാം ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഓരോന്നിൻ്റെയും ഞാൻ മാറി മാറി കാണിക്കുന്നുണ്ട്. എല്ലാ മോഡലുകളുടെയും റാം സ്റ്റോറേജ് വേരിയൻറ്റിൻ്റെ ഒക്കെ പ്രൈസും കാര്യങ്ങളും ഓഫർ പ്രൈസും എല്ലാം സ്ക്രീനിൽ കാണാം നിങ്ങൾക്ക്. സോ തീർച്ചയായിട്ടും നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് നല്ലൊരു ക്യാമറ ഫോണാണ്, ഓൾറൗണ്ടർ ഫോണാണെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്ത് പഠിക്കാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.